പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും ഒക്കെ കടന്നു വന്നാലും അവിടെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് സദസ്യഭാഗം 31 അധ്യായം. മകനെ ഞാൻ മകനെ എന്ത് അതിനകത്ത് മനസ്സിലാക്കുന്നത് നേർച്ച കഴിച്ച ഒരു മകനെ എന്നാണ് നമുക്കിനകത്ത് കാണാൻ കഴിയുന്നത്. എന്നിട്ട് പറയുകയാണ്, സ്ത്രീകളുടെ വരുത്തി രാജാക്കന്മാരെ ഒരു വഴികളെയും ഉപദേശിച്ചു കൊടുക്കരുത്. അങ്ങനെ ഒരു മാതാവിനെ നമുക്ക് ഇതിനകത്ത് കഴിയുന്നുണ്ട്. രാജാവായ ലെമുവേലിനോട് പറയുവാണ്, വീഞ്ഞു രാജാക്കന്മാരെ കൊള്ളരുത്, ലെമുവേലെ രാജാക്കന്മാർക്ക് അത് കൊള്ളരുത്, മദ്യാസക്തി പ്രഭുക്കന്മാരെ കൊള്ളരുത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു രാജാവോ ഒരു പ്രഭുവോ ആണെങ്കിൽ തൻ്റെ അടുത്ത് വരുന്ന ദരിദ്രനായാലും ബലഹീനായാലും അവന് ന്യായം പാലിച്ചു കൊടുക്കണം, നിയമം ഓർത്തിരിക്കണം. ഈ മദ്യം അകത്ത് എന്നാൽ അതിൻ്റെ മറവി ഉണ്ടാകും, നിയമത്തെ മറന്നു പോകാനിടയാകും എന്നാണ് അതിനകത്ത് പറയുന്നത്. നമ്മുടെ രാജാക്കന്മാർ, നമ്മുടെ ഭരിക്കുന്നവർ നിയമം മറന്നു പോകുന്നുണ്ടോ? നമ്മളെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ നമുക്ക് ന്യായം പാലിച്ചു തരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അവൻ മദ്യാസക്തി മക്കന്മാർക്ക് കൊള്ളരുതെന്ന് പറഞ്ഞ് അവൻ പറയുക, ദരിദ്രന്മാർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമെങ്കിൽ നിയമം ഓർത്തിരിക്കണമെന്ന്. എന്നിട്ട് പറയുന്ന, ഊമന് വേണ്ടി നിന്റെ വായെ തുറക്കാം, ക്ഷയിച്ചു പോകുന്ന എവിടെയും കാര്യത്തിൽ തന്നെ നിന്റെ വായെ തുറന്ന് നീതിയോട് ന്യായം വിധിക്കാം, എളിവൻ ദരിദ്രന് ന്യായം പാലിച്ചു കൊടുക്കുക എന്ന് അതിനകത്ത് വ്യക്തമായി പറഞ്ഞു. എളിവനെയും ദരിദ്രനെയും വേണ്ടിയാണ് ന്യായം പാലിച്ചു കൊടുക്കേണ്ടത്. അവന് വേണ്ടി സംസാരിക്കാൻ ആരും കാണത്തില്ല. ഊമനായി, അതായത് അവൻ്റെ വാക്കുകൊണ്ട് അവൻ്റെ കാര്യം പറഞ്ഞ് ഫലിപ്പിക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു ഊമനായ ഒരു വ്യക്തിയെ നമുക്കിതിനകത്ത് കാണുക. അതായത് അവൻ വാക്കുകൊണ്ട് പറഞ്ഞ് അവൻ്റെ ന്യായം പ്രാപിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു മനുഷ്യന് വേണ്ടി നീ വായി തുറന്ന് ന്യായം പാലിച്ചു കൊടുക്കണമെന്ന് അതിനകത്ത് പറയുന്നത്. എന്നിട്ട് അതിനകത്ത് അടുത്ത് പറയുന്നുണ്ട്, സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലുമേറും, ഭർത്താവിൻ്റെ ഹൃദയം അവിടെ വിശ്വസിക്കുന്നു, അവിടെ ലാഭത്തിനൊരു കുറവുമില്ല. അങ്ങനെ സാമ്പത്തികമുള്ള ഭാര്യയെപ്പറ്റി പറയുന്നുണ്ട്. അങ്ങനെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന മാന്യത, അവിടെ ഭർത്താവും അത് പ്രശംസിക്കപ്പെടുന്നതായിട്ട് നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. അവിടെ ലാഭത്തിനൊരു കുറവുമില്ല, അവൾ തൻ്റെ ആയുഷ്കാലത്തൊക്കെയും അവരുടെ തിന്മയല്ല നന്മയത്ര ചെയ്തത്. അങ്ങനെ സാമ്പത്തികമുള്ളൊരു ഭാര്യ ഉള്ള ഒരു ഭർത്താവിന് എപ്പോഴും നന്മയാണ് ഉണ്ടാകുന്നത്, തിന്മ ഒരിക്കലും ഉണ്ടാകുകയില്ല. അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. അവൾ കച്ചവട കപ്പൽ പോലെ അവൻ ദൂരത്തു നിന്ന് ആഹാരം കൊണ്ടുവന്ന് അവൾ നന്നായി രാവിലെ എഴുന്നേറ്റ് അവളുടെ വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തി ഓഹരിയും കൊടുക്കുന്നു. അത് നല്ല ഒരു സ്ത്രീ കഥാപാത്രം നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. അവിടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി ആഹാരവും അവിടെ വേലക്കാരിക്ക് ഓഹരിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു വേണം അവളുടെ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. ഓരോ ദിവസവും അവൾ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ അധ്വാനങ്ങളൊക്കെയും ആദായമുള്ളത് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അവളൊരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ചാൽ അത് മേടിക്കുന്നു. കൈനീട്ടം കൊണ്ട് അവളൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു. അവൾ നല്ലപോലെ ഉത്സാഹത്തോടെ അധ്വാനിക്കുന്ന ഒരു സ്ത്രീയാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത്. അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. തൻ്റെ വ്യവഹാരം ആദായമാണെന്ന് അവൾ ഗ്രഹിക്കുന്നു. അവളുടെ വിളക്ക് രാത്രി കെട്ടുപോകുന്നില്ല. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും ഒക്കെ കടന്നു വന്നാലും അവിടെ ആ ഇരുട്ടിൽ, പ്രതികൂലമാകുന്ന ഇരുട്ടില്ല, പ്രയാസങ്ങളാകുന്ന ഇരുട്ടില്ല അവളുടെ വിളക്ക് കെട്ടുപോകില്ലെന്നാണ് പറയുന്നത്. അവൾ ഉത്സാഹമുള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെ അവൾ തൻ്റെ കൈ എളിയവർക്ക് വേണ്ടി തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കിലേക്ക് കൈ നീട്ടുന്നു. തൻ്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല. അങ്ങനെ ദരിദ്രർക്ക് വേണ്ടി കൈ നീട്ടുവാനും എളിയവർക്ക് വേണ്ടി കൈകളെ തുറക്കുവാനും ഒക്കെയും അവൾക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ മനോഹരമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിഗതമാണ് ഈ സ്ത്രീ എന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. ഈ സഭാപ്രസംഗി പറയുന്ന ഈ സ്ത്രീയിൽ സാമർത്ഥ്യമുണ്ട്, ഉത്സാഹമുണ്ട്, ജ്ഞാനമുണ്ട്. അവൾക്ക് എല്ലാവർക്കും അവൾ പ്രിയപ്പെട്ടവളാണ്. അവൾ വീട്ടുകാർക്കും അവിടെ അടുത്തുള്ള അയൽവക്കക്കാർക്കും ദരിദ്രർക്കും ഒക്കെയും എളിയവർക്കൊക്കെയും അവളെ പ്രിയപ്പെട്ടതായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. തനിക്ക് പരവതാനി ഉണ്ടാക്കുന്നു, ചണപടവും ധൂമവസ്ത്രവും അവളുടെ ഉടുപ്പ് എന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. അങ്ങനെ ദേശത്തെ മൂപ്പന്മാരുടെ അവിടെ ഭർത്താവ് ഇരിക്കുമ്പോൾ ആ ഭർത്താവ് പ്രശംസിക്കപ്പെടുന്ന നമുക്ക് ഇതിൽ കാണുന്നുണ്ട്. അങ്ങനെ അവൾ വളരെ ശണവസ്ത്രം ഉണ്ടാക്കി വിൽക്കുകയും അരക്കച്ച ഉണ്ടാക്കി കച്ചവടക്കാരെ ഏൽപ്പിക്കുകയും ബലവും ഹിമവും അവളുടെ ഉടുപ്പ് ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത്. അവൾ ജ്ഞാനത്തോടെ വായ തുറന്ന് ദയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ടെന്നും വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു, വെറുതെ ഇരുന്ന് അപവർത്തി കഴിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. നല്ലൊരു സാമർത്ഥ്യമുള്ള സ്ത്രീ, അതായത് ബുദ്ധിയുള്ള സ്ത്രീ, ജ്ഞാനമുള്ള സ്ത്രീ എന്ത് ചെയ്യുന്നില്ല, ആരെയും ഭയപ്പെടുന്നില്ല, ആരെയും പേടിക്കുന്നില്ല. അവൾ പുഞ്ചിരി തൂകുക, അവളുടെ ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരി തൂകുന്ന നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അവൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന്
അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതിയെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജന്മമായി ആ സ്ത്രീയെ ഇവിടെ എല്ലാവരും വരച്ചു കാണുന്നു. ഭർത്താവ് പ്രശംസിക്കുന്നു, അവളുടെ മക്കൾ അവളെ ഭാഗ്യവതിയെന്ന് പുകഴ്ത്തുന്നു. അനേക തരുണിമണികളെക്കാൾ സാമർഥ്യം കാണിച്ചതുകൊണ്ട് നീയും അവരെല്ലാവരെക്കാളിലും ശ്രേഷ്ഠയായിരിക്കുന്നു. അപ്പം ലാവണ്യവും സൗന്ദര്യവും ഒന്നുമല്ല അതിനകത്ത് പ്രശംസിക്കപ്പെട്ടത്, ഭക്തിയാണ് അതിനകത്ത് പ്രശംസിക്കപ്പെട്ടത്. ഭക്തിയുടെ സ്ത്രീയോ പ്രശംസിക്കപ്പെടും, അവളുടെ കൈയുടെ ഫലം അവൾക്ക് കൊടുപ്പേ. അങ്ങനെ അവളുടെ സ്വന്തം പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ എന്ന് ഈ അധ്യായത്തിൽ അവസാനിക്കുന്ന ഈ വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. നമ്മൾ മണവാട്ടി സഭയായ നമ്മുടെ മണവാളന് വേണ്ടി നമുക്ക് പ്രശംസിക്കപ്പെടുവാൻ ഇടയാകുമോ? നമ്മുടെ മണവാളൻ പ്രശംസിക്കപ്പെടുമോ? നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ കർത്താവ് മഹത്വപ്പെടുമോ? അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും പ്രശംസയോടെ മറ്റുള്ളവരെ പ്രശംസിക്കുന്നവരായി, മറ്റുള്ളവരെ കരുതുന്നവരായി, നമ്മുടെ ആദായമൊക്കെയും നമ്മുടെ വ്യാപാരമൊക്കെ ആദായമുള്ളതെന്നൊക്കെയും ഗ്രഹിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ ജ്ഞാനത്തോടെ, സാമർത്ഥ്യത്തോടെ, ഉത്സാഹത്തോടെ നമുക്കുമായിരിക്കാൻ ദൈവം സർവ്വശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദിവസം